എല്ലാവരുടെയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം ഇതിൽ. വളരെ സിമ്പിൾ ആണ്, നമുക്ക് എല്ലാം അറിയാവുന്ന ടോപ്പിക് തന്നെയാണ് ഇത്. എന്താണ് ഇന്നത്തെ യൂണിറ്റ് ടോപ്പിക്? എന്താണ്? ദ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. ഓ സോറി, ബിഫോർ സ്റ്റാർട്ട് വി ഹാവ് എ പ്രയർ, റൈറ്റ്? ആരാ പ്രയർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്? ഞാൻ ചൊല്ലാം മാം. ഓക്കെ, വെരി ഗുഡ്. Dear God, thank you for this beautiful day. Dear God, thank you for giving me the chance to see this day. Dear God, thank you for giving us this beautiful environment. Dear God, thank you for sharing with us water, sharing with us air, land, trees, birds, and every other living and non-living things. Dear God, thank you for giving us the opportunity. Thank you, ma'am. ഓക്കെ ദീപ്. ഓക്കെ. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? എന്താ ടോപ്പിക്? എന്താ ഇന്നത്തെ? മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. അതെ, മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ? റൈറ്റ്? ചെയ്തായിരുന്നു മാം. അതെ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ. ഇപ്പൊ മോണ്ടിസോറി കുട്ടികൾ ഒബ്സർവ് ചെയ്തിരുന്നത് ഒരു എഡ്യൂക്കേഷണൽ തിയറീസിനൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നോ? അല്ല, അവരുടെ ഒരു ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തായിരുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളെ ബേസ് അവർക്ക് ചെയ്തായിരുന്നു. സയന്റിഫിക് അപ്രോച്ച് ഉണ്ടായിരുന്നു, മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലേ? അവരുടേതായ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു, റൈറ്റ്? എന്തായിരുന്നു അപ്രോച്ച്? അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ആൽഫ, യെസ് മാം. ദീപ്തി, ആൽഫ കണ്ടിന്യൂ. ക്വസ്റ്റ്യൻ കേട്ടില്ല മാം. എന്തോ ക്വസ്റ്റ്യൻ? യെസ്. ഓക്കെ. മോണ്ടിസോറിയുടെ എഡ്യൂക്കേഷണൽ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് ആയിരുന്നു അല്ലേ? യെസ്. അതെ. അപ്പൊ അതിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അവരുടെ ഈ റിസൾട്ട് അവര് ഈ സയന്റിഫിക് അപ്രോച്ചിലൂടെ കുട്ടികൾ ഒബ്സർവ് ചെയ്തു. അപ്പൊ ഒരു റിസൾട്ട് ഉണ്ടായി. എന്തായിരുന്നു ആ റിസൾട്ട്? കുട്ടികൾക്ക് നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഈ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് ഡെവലപ്മെന്റും ഗ്രോത്ത് ഒക്കെ സംഭവിക്കുന്നുണ്ട് നാച്ചുറലി തന്നെ. ഓക്കെ മാം. അപ്പൊ നമ്മളിനി എന്താണ് മോണ്ടിസോറി എഡ്യൂക്കേഷനും ട്രഡീഷണൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതെന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വ്യൂവില് എന്താണ് മോണ്ടിസോറി എഡ്യൂക്കേഷനും നമ്മുടെ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടൊന്ന് പറയൂ നിങ്ങളുടെ ഒപ്പീനിയൻ. ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ ഭാവന. ഓക്കെ. കുട്ടികളെ പഠിത്തം, എഴുതുക, വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുക. അല്ലാതെ അവരുടെ ബാക്കി ഫിസിക്കലി ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ മെന്റലി ഉള്ള ആക്ടിവിറ്റീസിലൊന്നും അവർ എൻഗേജ്ഡ് ആയിരിക്കില്ല. അതൊന്നും അവർക്ക് അറിയില്ലായിരിക്കും. അങ്ങനെ പഠിത്തം എന്ന് മാത്രമുള്ള ഒരു സ്റ്റൈലിലേക്ക് പോകും. ഇതെന്ന് പറയുമ്പോൾ അവർ കൂടുതൽ പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ? അവർ ആക്ടിവിറ്റീസിലൂടെ ലേൺ ചെയ്യുവാണല്ലോ, അപ്പൊ അത് അവർക്ക് ഒരിക്കലും മറക്കില്ല. മോണ്ടിസോറി മെത്തേഡ്. അതെ, വെരി ഗുഡ്. ദെൻ ആൽഫ, വേറെന്തൊക്കെയാണ്? വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് ഇന്നത്തെ. അതെ. ട്രഡീഷണൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആൽഫ കണ്ടിന്യൂ. ട്രഡീഷണൽ റിവാർഡും പണിഷ്മെന്റും
ഉണ്ടാവും. ആ, അത് മോണ്ടിസോറിയിൽ അത് ഉണ്ടാവില്ല. ഇതായിരുന്നു അല്ലേ? യെസ്. ദീപ്തി, സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റൂല. ഒരു സ്കിൽസ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് തോന്നുന്നത്? പറഞ്ഞോളൂ. അവര് ഓപ്പൺ സ്പേസിലിരുന്ന് പഠിച്ച് കാര്യങ്ങളായിരുന്നു. ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലും ഒക്കെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞ് പഠിക്കുന്നു മോണ്ടിസോറി ഇതില്. ഇതൊക്കെ വിത്തുകൾ നടണതും എല്ലാം അവര് പ്രകൃതിയിൽ ഇറങ്ങി ചെയ്യിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയതാണ്. കാരണം ഞാനൊരു ടൈം കിഡ്സിന്റെ സ്ഥലത്ത് കണ്ടപ്പോ അവരങ്ങനെ ചെയ്യിക്കണുണ്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ടൈം കിഡ്സ് പോലെയുള്ള സ്കൂളുകളുണ്ടല്ലോ, അവിടെ അവര് മോണ്ടിസോറി മെത്തേഡാ ചെയ്യണേന്ന് പറഞ്ഞേ, അതാ ചോദിച്ചത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഇങ്ങനെ പിള്ളേരുകളെല്ലാം കൂടി റേഞ്ച് കുറവാണ് മാം. അവര് പിള്ളേരെ എല്ലാവരെയും കൂടി പുറത്തിറക്കി ഇതൊക്കെ നട്ട് കാണിച്ചു കൊടുത്തൊക്കെ പഠിപ്പിച്ച് ഇതാക്കുന്നു മോണ്ടിസോറി മെത്തേഡില്. എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നല്ലേ? ആ, ട്രഡീഷണൽ മെത്തേഡ് എങ്ങനെയാണ്? ക്ലാസ്സിലിരുന്ന് ചിലപ്പോ ചില ഇത് മാത്രം ടീച്ചേഴ്സ് ഇട്ടേലൊക്കെ ഇട്ടും ഒക്കെ പഠിപ്പിക്കുന്നു. അവരുടേതായ ഒരു ബെഞ്ച് ഉണ്ട്, ഡെസ്ക് ഉണ്ട് അല്ലെ, ബുക്ക് ഉണ്ട്, അതിലെഴുതി പഠിക്കുന്നു, ബൈ ഹാർട്ട് ചെയ്യുന്നു അല്ലെ? മോണ്ടിസോറി പോലെയാണോ? മോണ്ടിസോറി മെത്തേഡ് പോലെയാണോ? ടീച്ചിങ് പോലെയാണോ? അല്ല. വേറെ എന്താണ് മാം? പിന്നെ അവർക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മോണ്ടിസോറി ആണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അവര് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ട്രഡീഷണൽ ആണെങ്കിൽ അത്ര ഇതായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടോന്ന് അറിയണമെങ്കിൽ. വെരി ഗുഡ് ഭാവന. ദെൻ ഹൂസ് നെക്സ്റ്റ്? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞു വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, അപ്പൊ എല്ലാവർക്കും അതിനുള്ള സമയമുണ്ട്. പിന്നെ നമ്മൾ ട്രഡീഷണലാവുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ എഴുതി പഠിക്കുക അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക. അത് നമ്മളൊരു എക്സാം ബേസ് ചെയ്തിട്ട് അത് നമ്മൾ അങ്ങനെ പഠിക്കും. ആ എക്സാം കഴിഞ്ഞാൽ അത് മറന്നുപോയി. എന്നാൽ മറ്റേ മോണ്ടിസോറി ആകുമ്പോൾ നമ്മൾ ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത് അത് എന്നും നമ്മളെ മനസ്സിലതുണ്ടാവും. കുട്ടികൾ ഓർത്തിരിക്കുന്നില്ല, എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്നു അല്ലേ? എക്സാമിനല്ല, നമുക്ക് ഫ്യൂച്ചറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മറ്റേത് ട്രഡീഷണൽ വെച്ചത് എക്സാം കഴിഞ്ഞോട് കൂടി ആ ബുക്ക് അടച്ചു വെച്ചു, അതവിടെ കഴിഞ്ഞു ആ ചാപ്റ്റർ. പക്ഷെ അതുപോലെയല്ലല്ലോ മോണ്ടിസോറിയിൽ നമ്മൾ ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത് ആ കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത് ഇന്നും അവരുടെ ബ്രെയിനിൽ അത് അവിടെ കിടക്കും. പക്ഷേ ട്രഡീഷണലി ഇപ്പോ മറ്റേ ഗവൺമെന്റ് തലത്തിലുള്ള ഇതിലൊക്കെ ടെക്സ്റ്റിൽ നിന്നല്ലല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണേ, കൂടുതലും പുറത്തുനിന്നാണ്. ഒക്കെ ഉണ്ടാക്കി ഇമാജിൻ ചെയ്ത് എഴുതാനുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ ചോദിക്കണത്. അതായത് ഇപ്പൊ ഒരു പിക്ചർ തന്നിട്ട് കഥ ഉണ്ടാക്കി എഴുതുക. ഇപ്പൊ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇപ്പൊ 1ാം ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ് കണ്ടേക്കണത്. മറ്റേ ഒരു കഥ, ഒരു പിക്ചർ കൊടുത്തിട്ട് കഥയൊക്കെ തന്നെ ഉണ്ടാക്കുക. കുറെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നല്ല, എല്ലാം കൂടുതൽ ഉണ്ടാക്കി എഴുതുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴി കൂടെ നേരിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ പിള്ളേർക്കൊന്ന് ചിന്തിച്ച് കുറെ ഇമാജിൻ ഇതാക്കി എഴുതാനുള്ള ഒരു ഇതുണ്ട് ഇപ്പൊ. പിന്നെ മറ്റേ മോണ്ടിസോറി ആണെങ്കിൽ കൂടുതൽ ഇതാണ്. ഇവിടെ ആക്ടിവിറ്റി ഒക്കെ കുറവാണ്, ഇവർക്ക് ആക്ടിവിറ്റി കുറവാണ്. ഒക്കെ ചെയ്യലും പഠിക്കലും ഇതുമാണ്. മെയിൻലി മോണ്ടിസോറി ഫോക്കസ് ചെയ്തത് എത്ര ഏജിലുള്ള, ഏത് ഏജിലെ കുട്ടികളെയാണ് മോണ്ടിസോറി ഫോക്കസ് ചെയ്യുന്നത്? 3 to 6. ശരണ്യ മെസ്സേജിലൂടെയുള്ള ശരണ്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ത് പറ്റി?
ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ എന്താണ് മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ് അല്ലേ? എല്ലാ സെൻസും യൂസ് ചെയ്താണ് അവര് അല്ലെ, എല്ലാ ആക്ടിവിറ്റീസ്. ഒരു ആക്ടിവിറ്റി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നത് എന്തായിരുന്നു? ബിൽഡിംഗ് ടവർ, റൈറ്റ്? അവിടെ ഒരു സെൻസ് യൂസ് ചെയ്ത് മാത്രമാണോ, ഒരു സെൻസ് മാത്രമാണോ ഡെവലപ്പ് ചെയ്യുന്നത് അതിലൂടെ? അവിടെ ഒരു അല്ല. സ്കില്ല് മാത്രമാണോ ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല. എന്തെല്ലാം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ വരുന്നുണ്ട് അതില്, മെമ്മറി പവർ ഉണ്ട്, വിഷൻ മെമ്മറി, വെരി പവർ, ഗുഡ്. ഇമാജിനേഷൻസ് വരുന്നുണ്ട്, എങ്ങനെ ഏതൊക്കെ രീതിയിൽ ചെയ്യണം ഇമാജിനേഷൻ. നമ്മൾ പറയാത്ത പോയിന്റ്സ് ഒക്കെ പറയും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇമാജിനേഷൻ അവിടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും അല്ലേ? അവര് ചിന്തിച്ച് അവരുടേതായ ഐഡിയയിലായിരിക്കും ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത് അല്ലേ? ടീച്ചറിന്റെ റോൾ എന്താണ് അതില്? ടീച്ചറിന്റെ റോൾ എന്താണ്? ജസ്റ്റ് ഒന്ന് അവരെ ഗൈഡ് ചെയ്യുക, ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം. ചെയ്യുന്നത് അവരായിരിക്കും. ഒബ്സർവർ ആണ് അല്ലേ? ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഒബ്സർവർ ആണ് അല്ലേ? കുട്ടികള് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഫസ്റ്റ് ടൈം അത് പെർഫെക്റ്റ് ആയിരിക്കില്ല, കുറെ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കും. പക്ഷെ നെക്സ്റ്റ് ടൈം അവർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് 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 അവർ പെർഫെക്റ്റ് ആവുന്നു. ഓക്കെ, അങ്ങനെ ട്രഡീഷണൽ എങ്ങനെയാണ്? ട്രഡീഷണൽ മെത്തേഡില് ട്രഡീഷണൽ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചേഴ്സ് കൊടുത്തിട്ട് അവർ സ്വയം ജസ്റ്റ് പഠിച്ചെടുക്കുന്നേ ഉള്ളൂ. എല്ലാ ടീച്ചേഴ്സ് തന്നെ ഓറിയന്റഡ് ആണ് അല്ലേ? അവിടെ സെൻട്രൽ ആരാണ്? ടീച്ചേഴ്സ്. പക്ഷേ മാം ഗവൺമെന്റ് തലത്തിൽ ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റേ CBSE അങ്ങനെ ആയിരിക്കും, ചില പഠിച്ച് കാണാണ്ടിരിക്കാൻ മതി. പക്ഷെ ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ഇമാജിൻ ചെയ്ത് ഒക്കെ പുറത്തുനിന്നായിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ. കുട്ടികൾക്കൊക്കെ ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഇതാണ്. CBSE സിസ്റ്റം ശരിക്കും ഒരു സ്പൂണിൽ കോരി കൊടുക്കുന്ന രീതി. കാരണം കുട്ടികൾക്ക് അത് അവര് പഠിക്കാൻ പറയുന്നു, അത് പഠിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഇതുള്ളൂ. അല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു ഇതൊന്നും കുട്ടികൾക്ക് ഐഡിയാസ് ഒന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല. പഠിക്കുന്നു അല്ലേ? അല്ലാതെ അവരുടെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? മോനിഷ യെസ് മാം. പറയൂ. ട്രഡീഷണൽ ആവുമ്പോൾ ട്രഡീഷണൽ എങ്ങനെയാണ്? ട്രഡീഷണൽ ടീച്ചേഴ്സ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് വീട്ടിൽ പോയിട്ട് അവർ മനപ്പാടായിട്ട് അങ്ങനെ പഠിക്കുന്നതേ ഉള്ളൂ. പിന്നീട് അത് കഴിഞ്ഞ് ആ ചാപ്റ്റർ കഴിയുമ്പോൾ പോലും അവരത് മറന്നു പോവുക ചെയ്യുന്നത്. പക്ഷെ മറ്റേതാണെങ്കിൽ പിന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അവർ പഠിക്കുകയാണ്. അപ്പൊ അത് മെമ്മറിയിൽ കുറച്ച് നാളെ നിൽക്കും, അത് കൂടുതൽ സമയം നിലനിൽക്കും അല്ലേ? സമയം നിലനിൽക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് എഴുതുക, അല്ലെങ്കിൽ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? മാം കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇത്ര നേരം സ്റ്റക്ക് ആയിരിക്കായിരുന്നു, ഇപ്പൊ കേൾക്കാം. ഹലോ, പ്ലീസ് ഇത്ര നേരം സ്റ്റക്ക് ആയിരിക്കായിരുന്നു മാം. ഇപ്പൊ കേൾക്കാം മാം. ഇടയ്ക്ക് ക്ലിയർ സ്റ്റക്ക് ആയി ആകുന്നില്ല. പോകുന്നുണ്ട്. ഇടയ്ക്ക് മാമിന്റെ വീഡിയോ സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. ഉണ്ടോ? ഹലോ മാം ഇടയ്ക്ക് കേൾക്കുന്നില്ല, സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ആണോ? അന്ന് കണ്ടിന്യൂ ചെയ്തോളൂ ഭാവന. ഭാവന പറഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നു. മാം ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ കുട്ടികൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഇരുന്ന് ട്ടുള്ള ഇതുള്ളൂ, വായിക്കും എഴുതും അങ്ങനെയുള്ളൂ. പക്ഷെ മോണ്ടിസോറി ആകുമ്പോൾ അവർക്ക് ഫ്രീഡം ഉണ്ട്, ആക്ടിവിറ്റീസ് ചെയ്യാനും അവരുടെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രീഡം ഉണ്ട് ക്ലാസ് റൂമിലാണെങ്കിലും അവർക്കുണ്ടെന്നാണ് ഒരു
അതെ, ട്രഡീഷണൽ മെറ്റീരിയൽസ് എന്താണ്? ബുക്സ് ആണ് അല്ലേ? യെസ് മാം. അതവർക്ക് ശരിക്കും ബോറിംഗ് ആയിരിക്കും, സെയിം ബുക്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോ അല്ലേ? കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമാണോ? ഒരു സെയിം ടോയ്സ് തന്നെ എപ്പോഴും വെച്ച് അവർ കളിക്കുവോ? കുട്ടികൾ എങ്ങനെയാണ്? അവരുടെ ചോയ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരു സമയത്ത് ഒരെണ്ണം അതെ ഇഷ്ടം, അതെ, അവർക്ക് വേറൊരു ടോയ് ആയിരിക്കും ഇഷ്ടം. ഡിഫറെന്റ് ആണ് ഓരോ ടൈപ്സ് അല്ലേ? മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ് ദയർ അല്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ. കുട്ടികളുടെ ചോയ്സിനനുസരിച്ച് അവർക്ക് എടുത്തത് യൂസ് ചെയ്യാം, റൈറ്റ്? യെസ് മാം. പിന്നെന്താണ് നെക്സ്റ്റ്? ചിൽഡ്രൻ എങ്ങനെയാ ലേൺ ചെയ്യുന്നത്? പഠിക്കുന്നത് എങ്ങനെയാ? ഓരോ കാര്യങ്ങളും, നമ്പേഴ്സ് ആയിക്കോട്ടെ, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്? മോണ്ടിസോറിയിലും ട്രഡീഷണലും എങ്ങനെയാണ്? ആദ്യം മോണ്ടിസോറിയുടെ കാര്യം പറയൂ. മോണ്ടിസോറി ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്നത്. എന്തോ മോനിഷ? ആക്ടിവിറ്റീസിലൂടെയാണ് പഠിക്കുന്നത് കൂടുതൽ. ഇതിലൂടെയാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ല, കുറെ ആക്ടിവിറ്റീസ് പറഞ്ഞായിരുന്നു അല്ലേ? യെസ് മാം. ഒരു സെയിം ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമോ? ഓ, ഇന്നൊരു ബിൽഡിംഗ് ടവർ ഉണ്ടാക്കുന്ന കുട്ടി നാളെ വന്ന് അതേ ആക്ടിവിറ്റി ചെയ്യോ? ഇല്ല, ചെയ്യില്ല. അവരുടെ ചോയ്സ് വ്യത്യസ്തമാണ് അല്ലേ? ആ, ട്രഡീഷണൽ എങ്ങനെയാണ്? അവരെങ്ങനെയാ ലേൺ ചെയ്യുന്നത്? അവര് നോട്ട്സ് എഴുതിക്കൊണ്ടുവന്ന നോട്ട്സ് നോക്കിയിട്ട് വായിച്ച് പഠിക്കുക ചെയ്യുന്നത്. അതെ അതെ, ടീച്ചർ എടുക്കുന്ന ലെക്ചേഴ്സ് അനുസരിച്ചാണ് അവർ പഠിക്കുന്നത് അല്ലേ? അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നോട്ട്സ് ആണോ അവർ പഠിക്കുന്നത്? അല്ല. അവർക്ക് ചിലപ്പോൾ ആ സബ്ജക്റ്റ് തന്നെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കാം പഠിക്കുന്നത് അല്ലേ? ദെൻ നെക്സ്റ്റ് എന്താണ്? ആ നോട്ട്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരത് നോക്കില്ല. ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് തന്നെ പറഞ്ഞിട്ട് അവര് പഠിക്കുള്ളൂ. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ തിരുത്തി കൊടുക്കുക, പറയും നമുക്ക് അറിയില്ല, ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞേക്കണേന്ന് പറയുള്ളൂ. ടീച്ചർ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, അതാണ് കറക്റ്റ് അല്ലേ? ആ, അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ആരാ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാം. എന്നാ പറയൂ. നെക്സ്റ്റ് എന്താണ്? ട്രഡീഷണലി ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് ചൈൽഡ് നോട്ട്. ചൂസസ് മെറ്റീരിയൽസ് അല്ലെ? കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആണ് അവർ ചൂസ് ചെയ്യുന്നത്, റൈറ്റ്? അതെ അതെ. ടീച്ചർ പറയുന്ന മെറ്റീരിയൽസ് ആണോ അവർ എടുക്കുന്നത്? ടീച്ചർ ജസ്റ്റ് ഒബ്സർവർ മാത്രമാണ് അതില്. മോണ്ടിസോറി മെത്തേഡില് ടീച്ചറുടെ റോൾ എന്താണ്? ഒരു ഒബ്സർവറുടെ റോള് മാത്രമാണ്. അതെ. എന്നാൽ ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണ്? ട്രഡീഷണലി ടീച്ചർ കുത്തിയിരുന്ന് പഠിപ്പിക്കണം. പിന്നെ കൂടുതലും നോട്ട് എഴുതാനായി വീട്ടിലേക്കാണ് തന്നു വിടണേ ഇപ്പോഴത്തെ ഇതില്. ടീച്ചേഴ്സും പാരന്റ്സും ബുദ്ധിമുട്ടണം പഠിപ്പിക്കാനായിട്ട്. അതെ, നോട്ട് എഴുതേണ്ടത് പാരന്റ്സിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് വീട്ടിൽ വന്നത്. പക്ഷെ ചില സ്കൂളുകളിലൊക്കെ അവിടെ വെച്ച് തന്നെ നോട്ട്സ് എഴുതിച്ച് അവിടെ വെച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റേ മലയാളത്തിന്റെ കവിതയുടെ ഒക്കെ ആസ്വാദനം എഴുതാൻ പറഞ്ഞ നമ്മളൊക്കെ തപ്പി എടുത്തിട്ട് വേണം ആസ്വാദനമൊക്കെ എഴുതിച്ചൂടാൻ. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ? അതെ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതെ അതെ, നമ്മള് 10ലൊക്കെ പഠിച്ചതാണ് ഇപ്പൊ ചെറിയ പിള്ളേര് പഠിക്കുന്നത്. അതെ അതെ, നമ്മള് പണ്ട് 8ലൊക്കെ പഠിച്ചതല്ലേ? പഠിച്ച കവിതയാണ് ഇപ്പൊ 3ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ പഠിക്കണ കവിത. ഇപ്പൊ മാത്സ് ഒക്കെ ഹൈസ്കൂൾ സെഷനിലൊക്കെ നമുക്ക് നോക്കാനും പോലും പറ്റില്ല, അത്രയ്ക്ക് ടഫാണ്. നമുക്ക് പഠിച്ച 8ലൊക്കെ വായിച്ചായിരുന്നു കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 6ല് CBSE 6ലൊക്കെ വരുമ്പോഴും കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഒക്കെ കിടന്നു വരുവാ. നമ്മൾ ഹിന്ദി പഠിച്ചത് ഏത് ക്ലാസ്സിലാണ്?
നമ്മൾ ഹിന്ദി ഞാൻ പഠിച്ചത് അഞ്ചിലാണെങ്കിൽ ഇപ്പൊ 1ാം ക്ലാസ് മുതലുണ്ട്. പക്ഷെ നമ്മ പറഞ്ഞു കൊടുക്കുന്ന ലാംഗ്വേജ് ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മ ഞാനൊക്കെ പറഞ്ഞു പഠിച്ചപ്പോ കൊടുക്കുന്ന അങ്ങനെയായിരുന്നു. രീതിയും അവർക്ക് മനസ്സിലാവില്ല. നമ്മ പറഞ്ഞു കൊടുക്കുന്ന പോലെ മാത്സ് ഒക്കെ നമ്മ പറഞ്ഞു കൊടുക്കുന്ന എന്ത് പഠിച്ചതുപോലെ മോനിഷ? അവർക്ക് പഠിപ്പിക്കാൻ മാത്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ പിള്ളേരെ പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന വേറെ മെത്തേഡിലായിരിക്കുള്ളൂ. മാത്സ് ആണ് പ്രത്യേകിച്ച് വരുന്നതൊക്കെ. അതെ അതെ അതെ. Then പിന്നെന്താണ്? ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ് അല്ലേ? ആർക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്? മോണ്ടിസോറി മെത്തേഡ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ്? ചിൽഡ്രൻ ആണ്. കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഓരോ മെറ്റീരിയൽസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ട്രഡീഷണലിൽ എങ്ങനെയാണ്? ആ ബുക്സിലുള്ള നമ്മൾ പഠിക്കണം. കുട്ടികളുടെ കേപ്പബിലിറ്റി നോക്കിയാണോ? അവർക്ക് എന്തോരം പഠിക്കാനുള്ള ഒരു ക്ഷമയുണ്ട്, കഴിവുണ്ടെന്ന് നോക്കിയാണോ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? അല്ല. എങ്ങനെയാണ്? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ടീച്ചർ ക്ലാസ് എടുക്കും, അത് ഒരുപോലെ പഠിപ്പിച്ചു കൊടുക്കും. അത് മനസ്സിലാവാത്ത കുട്ടികളാണെങ്കിലും മനസ്സിലാവുന്ന കുട്ടികളാണെങ്കിലും ഒരുപോലെ കേൾക്കുക. അത് മനസ്സിലാവുന്നവർ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്ത് പഠിച്ച് പോരും. അല്ലാത്ത കുട്ടികൾ അത് പഠിക്കാതെ അത് പെൻഡിങ് ആയി അവിടെ കിടക്കും. മോണ്ടിസോറി അങ്ങനെ ഓരോ കുട്ടികളെ മനസ്സിലാക്കി അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ടീച്ചേഴ്സിന് ഓരോ കുട്ടികളെ അറിയാം. അവർക്ക് ഓരോ കുട്ടികൾ യുണീക്കാണ്. കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? മറ്റേ ട്രഡീഷണലിലാവുമ്പം എല്ലാ കുട്ടികളും ഒരുപോലെ. അത് ഇനിയിപ്പം എല്ലാ കുട്ടികളും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? കുട്ടികളിൽ തന്നെ പല സ്കില്ലുള്ളവരും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? ചില കുട്ടികൾക്ക് സ്ലോ ആയിട്ടായിരിക്കും ക്യാച്ച് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? മോണ്ടിസോറിയിലാണെങ്കിൽ അത് പഠിച്ചുകൊണ്ട് പോകും. ആ കുട്ടികൾക്ക് അറിയാത്തത് പിന്നെ അവര് പഠിച്ച് അങ്ങനെ പോകും. മറ്റേതാണെങ്കിൽ ആ അറിയാത്ത കുട്ടിയാണെങ്കിൽ അതവിടെ ആ ലെസൺ അവിടെ പെൻഡിങ് ആയി പിന്നെ അടുത്ത ലെസണിലേക്ക് കിടക്കും. അപ്പൊ അവര് ഫെയിലാവും. മറ്റു കുട്ടികൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരത് പഠിച്ചു പോവുകയും ചെയ്യും. മറ്റേത് മോണ്ടിസോറി ആവുമ്പം ഓരോ കുട്ടികൾക്കും അവരുടേതായ രീതിയിൽ ടീച്ചേഴ്സ് നോക്കി അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്ത് ഓരോന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ. അതെ വെരി ഗുഡ് മുബീന. ദെൻ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? മോനിഷ, മോണ്ടിസോറിയിൽ എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്? ഓരോ കുട്ടികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവാണ് അല്ലേ? അവർക്ക് ചിലത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ ചെയ്തോളൂ മോനിഷ. അവർക്ക് ഓരോ മറ്റേന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യണത്. മോണ്ടിസോറിൽ ഓരോ കുട്ടികളും സെപ്പറേറ്റ് അവരെ കഴിവിനനുസരിച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസിലൂടെയും സെപ്പറേറ്റ് ആണ് അവരെ ട്രീറ്റ് ചെയ്യണത്. അപ്പൊ ചിലവർക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ടാവും, ചിലത് കുറച്ച് ടൈം എടുത്തിട്ട് മനസ്സിലാവുന്നവരുണ്ടാവും. പക്ഷെ മോണ്ടിസോറിൽ അതെല്ലാം ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് ടീച്ചേഴ്സ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യുന്നത്. കോമൺ ആയിട്ടല്ല ചെയ്യുന്നത്. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ്, ഹു ഇസ് നെക്സ്റ്റ്? അവർ മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെയാ പഠിക്കുന്നത്? മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെയാ കറക്റ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കുട്ടികളാണ് ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കും അല്ലെ? ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിൽ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാ കറക്റ്റ് ചെയ്യുന്നത്? അവരത് ചെയ്ത് പിന്നെ ആക്ടിവിറ്റീസ് ചെയ്ത് ആ മിസ്റ്റേക്ക് കറക്റ്റ് ആക്കുന്നത്. അതെ അവര് ഓട്ടോമാറ്റിക്കൽ അല്ലെ? അവര് തനിയെ സെൽഫായിട്ട് അല്ലെ? കണ്ടിന്യൂ ഭാവന. സെൽഫ് കറക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ? റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം. വീണ്ടും ചെയ്താണ് അവർ പഠിക്കുന്നത് അല്ലേ? ട്രഡീഷണലിൽ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെയാണ്? ആരാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? ട്രഡീഷണൽ ആണെങ്കിൽ പൊതുവെ അവര് കുറെ ഒന്നും മിസ്റ്റേക്കുകൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ അറിയാതെ പോകുന്ന കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പിന്നെ അല്ലാത്തുള്ള മിസ്റ്റേക്കുകൾ അവര് ഇപ്പം നോട്ട്ബുക്കിലൊക്കെ ആണെങ്കിൽ തിരുത്തി പോവുക, അപ്പൊ ശ്രദ്ധിക്കും, പിന്നീട് അത് ശ്രദ്ധിക്കോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ട്രഡീഷണലിൽ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നത് ടീച്ചറാണ് അല്ലേ? പക്ഷെ മോണ്ടിസോറിയിൽ അവർ സ്വയം സെൽഫായിട്ട് കറക്റ്റ് ചെയ്താണ്
മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരെ? മോണ്ടിസോറിയില് നമ്മൾ പറഞ്ഞു ടീച്ചറിന്റെ റോൾ എന്താണ്? ജസ്റ്റ് ഒബ്സർവർ ആണ്. ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം ടീച്ചർക്ക്, അല്ലേ? കാണിച്ചു കൊടുക്കാം. ഹെൽപ്പ് ചെയ്യാൻ ആരില്ലാത്തതുകൊണ്ട് തന്നെ അവര് അത് തന്നെ ചെയ്യാൻ ശ്രമിക്കും. ട്രഡീഷണൽ മെത്തേഡിൽ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച കുട്ടികള് അവർക്ക് ടൈം പോലും കിട്ടുന്നില്ല. ആ മിസ്റ്റേക്ക് തിരുത്താനുള്ള ടൈം പോലും ട്രഡീഷണൽ കിട്ടുന്നില്ല, അല്ലേ? അവർക്ക് അതൊന്ന് തിങ്ക് ചെയ്യാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. അത് മിസ്റ്റേക്ക് ആണ്. അവർക്ക് ക്ലാസ്സിലിരിക്കാനുള്ള ഫ്രീഡം എങ്ങനെയാണ്? അവരുടെ ഫ്രീഡം എങ്ങനെയാണ് ക്ലാസ് റൂമിലുള്ളത്? മോണ്ടിസോറി ആകുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് അവർക്ക് ക്ലാസ്സുകൾ അവർക്ക് മൂവ് ചെയ്യാനും ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനും മെറ്റീരിയൽസ് എടുക്കാനും ഒക്കെ ഫ്രീഡം എങ്ങനെയാണ് കമ്പയർഡ് ടു ട്രഡീഷണൽ? ട്രഡീഷണൽ ക്ലാസ്സിൽ സൈലന്റ് ആയിരിക്കും. അപ്പൊ നോക്കിയാൽ ടീച്ചർ മാത്രമേ സംസാരിച്ചുകൊണ്ടിരിക്കുള്ളൂ, പിള്ളേർ അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് അവരുടേതായ ഒരു ബെഞ്ച് ഉണ്ട്, ഒരു പ്ലേസ് ഉണ്ട്, അല്ലേ? അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? അവർക്ക് മൂവ് ചെയ്യാം, അവരെ ഇഷ്ടത്തിനനുസരിച്ച്. ഫ്രീ ബേർഡ് ആണോ അവർ ആ ക്ലാസ്സിൽ? റൈറ്റ്? രാഖി പറയൂ, രാഖിയുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്? മോണ്ടിസോറി മെത്തേഡിലായിരിക്കും സ്റ്റുഡൻസ് എല്ലാം. എന്തോ? ആക്റ്റീവ് ആയിരിക്കും മോണ്ടിസോറി മെത്തേഡില്. അവർക്ക് നല്ല ഫ്രീഡം ഉണ്ട്. മോണ്ടിസോറിയിലെ കുട്ടികൾ എങ്ങനെയായിരിക്കും? വെരി ഗുഡ്, വെരി ഗുഡ്. ആക്റ്റീവ് ആണ്. പറയൂ. ട്രഡീഷണൽ മെത്തേഡ് ആകുമ്പോൾ അവർക്ക് ഫ്രീഡം ഒന്നുമില്ല. ടീച്ചർ പറയുമ്പോൾ മാത്രമേ അവിടുന്ന് മൂവ് ചെയ്യാനും ഒക്കെയുള്ള ഫ്രീഡം ഉള്ളൂ. പറയുന്നത് കേട്ടിരിക്കുക. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ? ബ്രേക്ക് മീൻസ് ഇന്ന് ആരാ പ്രിപ്പയർ ചെയ്തേക്കുന്നത്? ആക്ഷൻ സോങ്. എനിബഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരാ ഉള്ളത്? മോനിഷ പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിരുന്നോ? മോനിഷ, മുബീന, രാഖി, ഭാവന, then റിപ്ലൈ തരൂ. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്, പക്ഷെ ഇപ്പോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. Then who's next? റെസ്പോണ്ട് ചെയ്യൂ. ആരും പ്രിപ്പയർ സോറി ഓക്കെ കണ്ടിന്യൂ ചെയ്യൂ. ആരും റെഡി അല്ല? എനിബഡി? മാം ഞാൻ പ്രിപ്പയർ ആവുന്ന ചെറിയ കുട്ടിയാവിന് സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. യു ജസ്റ്റ് കണ്ടിന്യൂ. മുബീന? വീഡിയോ സൗണ്ട് ഓണാക്കാൻ സമ്മതിക്കുന്നില്ല മാം. ആണോ? ഓക്കെ. ഇന്ന് ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? മേരി, സോനി, രാഖി? മാം ഞാൻ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് രാഖി, വെരി ഗുഡ്. ഒരു ഗുഡ് ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ മാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യൂ. ഫിംഗേഴ്സിനെ പറ്റിയുള്ള ഒരു ആക്ഷൻ സോങ് ആണ്. Daddy finger, daddy finger, where are you? Here I am, thumb finger. Mummy finger, where are you? Here I am, index finger. Brother finger, where are you? Here I am, middle finger.
Sister finger, where are you? Here I am, ring finger, what do you do? I wear the ring, baby finger, where are you? Here I am, little finger. മാം കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. വെരി ഗുഡ് രാഖി. ഇപ്പൊ ആരെ മെസ്സേജ് ചെയ്ത് ഞാൻ കണ്ടില്ലായിരുന്നു. കൃഷ്ണ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? കൃഷ്ണ, ഒരാൾക്ക് കൂടി ചാൻസ് തരാം. കൃഷ്ണ, കൃഷ്ണ മോനെ വെച്ച് ചെയ്യാനിരുന്നത് മാം കരയണു മോൻ. ഓക്കെ നോ പ്രോബ്ലം. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ പ്രിപ്പയർ ചെയ്തത്? നേരത്തെ ആരോ മെസ്സേജ് ചെയ്തായിരുന്നു, ഞാൻ കണ്ടില്ല. ഓക്കെ മാം, ഞാൻ ഓക്കെ ശരണ്യ, നാളെ ചെയ്യണം കേട്ടോ. അപ്പോ നാളെ ശരണ്യ ആയിരിക്കും ആക്ഷൻ സോങ് ചെയ്യുന്നത്. മാം Okay. ചെയ്യാം മാം. ഞാൻ നാളെ ചെയ്യണം. ഓക്കെ കൃഷ്ണ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹാരിഫ, മാം ഞാൻ പാട്ട് പാടാം. ഓക്കെ വെരി ഗുഡ്. Are you sleeping, brother John, morning bells are ringing, ding dong bell, are you sleeping, brother John, morning bells are ringing, ding dong bell, thank you. വെരി ഗുഡ് ഹാരിഫ. ഒരു ക്ലാപ്പ് കൊടുത്ത എല്ലാവരും. ഒരു മോണ്ടിസോറി ടീച്ചറുടെ കയ്യിൽ എപ്പോഴും ഒരു 30+ റൈംസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, വെരി ഗുഡ് ഹാരിഫ. താങ്ക് യു മാം. ഓക്കെ അപ്പൊ കുട്ടികൾ എപ്പോഴാണ് ബഹളുണ്ടാക്കുന്നത്, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അപ്പൊ അവരെ കാമാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ? ഒരു പാട്ടായാലും ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ക്ലാസ്. അപ്പൊ കുട്ടികൾ എന്തിനു വേണ്ടിയായിരിക്കാം ആക്ടിവിറ്റീസ് ചെയ്യണേ? ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കി. കുട്ടികൾക്ക് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? അവർ മെയിൻലി എന്തൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ അവർക്ക് ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? കുട്ടികൾ അറിയുന്നുണ്ടോ ഈ ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കുമ്പോ ഓക്കെ ഞാൻ ഈ കളർ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ടോ? ഇല്ല, അവനറിയാതെ അതൊക്കെ പഠിക്കും. പക്ഷെ അവരെന്തിനു വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത്? ജസ്റ്റ് ഫോർ ജോയ് അല്ലേ? അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അല്ലേ? വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? കുട്ടികൾ എന്തിനാ എപ്പോഴും ടോയ്സ് വെച്ച് കളിക്കുന്നത്? അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയല്ലേ? അവരതിൽ എൻഗേജ്ഡ് ആവുമ്പം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും ടോയ്സുമായിട്ട്. അതെ വെരി ഗുഡ് ഭാവന. പക്ഷെ ട്രഡീഷണൽ എങ്ങനെയാണ്? അവര് ക്ലാസ്സിൽ ട്രഡീഷണൽ അവർ ഹാപ്പി ആയിട്ടായിരിക്കും. റീഡ് ചെയ്യും അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ചെയ്യും, അത്രേ ഉണ്ടാവുള്ളൂ. ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് അല്ലെങ്കിൽ ടോപ്പിക്ക് പഠിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും അവർ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത്? ആ ടോപ്പിക് ആർക്ക് വേണ്ടിയായിരിക്കും? ടീച്ചറിന്റെ കമ്പൽ അല്ല, ടീച്ചർ പറയുന്നത് കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് തന്നെ അല്ലേ? അതെ. എന്തെങ്കിലും ക്ലാസ്സിൽ എടുത്തേക്കണ പോർഷൻസ് ആണെങ്കിൽ അന്നൊരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ
ഫുള്ള് പഠിക്കാൻ പറയും ടീച്ചർ പറഞ്ഞിട്ടില്ല, ടീച്ചർ പറഞ്ഞേക്കണ 2 ക്വസ്റ്റ്യൻ പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. അത് പഠിച്ചാ മതി അല്ലേ? അത് പഠിച്ചാൽ മതി, ബാക്കി ക്വസ്റ്റ്യൻ പഠിക്കില്ല. ടീച്ചർ പറഞ്ഞാ പഠിക്കും, ടീച്ചർ പറഞ്ഞില്ലെങ്കിൽ പഠിക്കില്ല. ടീച്ചർ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? എന്തോ കണ്ടിന്യൂ ചെയ്തോളൂ ദീപ്തി. ടീച്ചർ പറയുന്നതേ അവർ ചെയ്യുള്ളൂ, അതിൽ കൂടുതൽ അവർ ചെയ്യില്ല. മോണ്ടിസോറിയിൽ എങ്ങനെയാണ് പക്ഷെ? അവരുടെ ഹാപ്പിനെസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവർ സ്വയം ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കുട്ടികളുടെ അവർ പഠിക്കണെന്ന് അറിയണില്ല മോണ്ടിസോറിയില്. അവരുടെ എൻജോയ്മെന്റ് എന്താ, അത് കളിക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യണേ, എൻജോയ് ചെയ്യുക അല്ലെ, കളിക്കുക, എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ അതിലൂടെ അവൾ പഠിക്കുകയാണെന്ന് കമ്പൽ ചെയ്തിട്ട് അവൾ അറിയണില്ല. മറ്റേതൊരു എംപോസിഷനോ അല്ലെങ്കിൽ അതിലൊരു പണിഷ്മെന്റോ അടിയോ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടുള്ള ഒരു പഠനമായിരിക്കും അത്. ഇത് അങ്ങനെ അവൾ പഠിക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നില്ലല്ലോ. അവരെ വ്യൂ പോയിന്റിൽ അവർ കളിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ടോയോ അല്ലെങ്കിൽ എന്താ അവർ ഉപയോഗിക്കണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അവർ കളിക്കുകയാണ്. പക്ഷെ അതിലൂടെ അവർ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അത്ര അറിവുണ്ടാവില്ലല്ലോ. ഇവിടെ ഒരു നഴ്സറിയിൽ മാം അവിടുത്തെ മിസ് ടോയ്സ്, ചെറിയ പിള്ളേർക്ക് ടോയ്സ്, ചെറിയ ലെറ്റേഴ്സ് ആൽഫബറ്റിക്കിന്റെ ടോയ്സ് ഒരുമിച്ച് ഇട്ട് കൊടുക്കും. ഇത് സ്റ്റാർട്ട് പറയുമ്പോൾ അവർ പോയിട്ട് അവർക്ക് മാക്സിമം കിട്ടുന്ന നമ്പേഴ്സ് പിറക്കിയെടുക്കും. എന്നിട്ട് ഓരോരുത്തർ കൗണ്ട് ചെയ്തിട്ട് പറയും 4, 1 എന്നുള്ളത്. അപ്പൊ അവർ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പഠിക്കുകയാണ്. അപ്പൊ ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ ആരും എടുക്കണം എന്നുള്ള കളിയും കൂടി ആവുമ്പോ അവര് ശരിക്കും നമ്പേഴ്സും പഠിക്കും, അതിന്റെ ഒപ്പം തന്നെ എല്ലാവരും ഹാപ്പി ആവുകയും ചെയ്യും. പിന്നീട് മറക്കില്ല അവര്. നെക്സ്റ്റ് എന്താണ്? സോഫിയക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്നല്ലേ? സോഫിയ ജസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഒരു ആക്ടിവിറ്റീസ് മോണ്ടിസോറിയിൽ കുട്ടികൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അല്ലെ? എന്നാൽ നമ്മുടെ ട്രഡീഷണൽ ആണെങ്കിലോ ഈ കരിക്കുലം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ? അതിനെ ബേസ് ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത്. റൈറ്റ് ആണോ? മോനിഷയുടെ അഭിപ്രായം പറയൂ, അങ്ങനെയാണോ? അങ്ങനെയാണ് പഠിക്കുന്ന പിള്ളേര്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ദിവസം ഇന്നത് ഇത്രയും ചാപ്റ്റേഴ്സ് അവർ എടുക്കണല്ലോ, അതിനെപ്പറ്റി മാത്രം പറയാ, അതിനെപ്പറ്റി മാത്രം പഠിക്കുക. അതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും പിള്ളേരൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? അങ്ങനെയല്ല, ഫുൾ കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൂടെ അവർ മൊത്തം മനസ്സിലാക്കി എടുക്കണം. അതിന്റെ കാര്യങ്ങൾ നല്ലതും ചീത്തതും എല്ലാ കാര്യങ്ങളും അതിന് അവർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു പണിഷ്മെന്റ് ആൻഡ് റിവാർഡിനെ പറ്റി അല്ലെ? റിവാർഡ് കൊടുക്കുന്നതും പണിഷ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്? അപ്പൊ അതെങ്ങനെയാണ് ട്രഡീഷണലിലും മോണ്ടിസോറിയിലും? ട്രഡീഷണലിൽ റിവാർഡും പണിഷ്മെന്റും ഉണ്ട്, മോണ്ടിസോറിയിൽ അത് രണ്ടും ഇല്ല. പക്ഷെ പഠിക്കുന്നത് ആരായിരിക്കും നന്നായിട്ട് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇംപ്രൂവ് ആവുന്നത് ആരായിരിക്കും പെട്ടെന്ന്? പഠിക്കുന്ന കോൺസെൻട്രേറ്റ് ചെയ്ത്. ട്രഡീഷണലി പേടിച്ച് പഠിക്കുന്നതായിരിക്കും. ട്രഡീഷണലാകുമ്പോൾ പേടിച്ച് പഠിക്കുന്നതായിരിക്കും. അടി കിട്ടും ഒക്കെ പറഞ്ഞ് വഴക്ക് പറയുന്ന ടീച്ചറിനെ പേടിച്ചിട്ട് പഠിക്കുന്നതായിരിക്കും. പേടിച്ച് മാത്രം പഠിക്കുന്ന കുട്ടികളാണല്ലേ? അതെ മാം. എവിടെ വെച്ച് ചോദിച്ചാലും അത് കുട്ടികൾ റിമെമ്പർ ചെയ്യും ആ പഠിച്ച കാര്യങ്ങള്. പക്ഷെ ട്രഡീഷണലാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിരിക്കും പഠിക്കുന്നത്, പേടിച്ച് പഠിക്കാൻ. അതെ, ഗ്രൂപ്പ് ലേണിംഗ് ആണല്ലേ? അതെ മാം. ട്രഡീഷണലി ഗ്രൂപ്പ് ലേണിംഗ് ആണ്. റൈറ്റ്? മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ ലേണിംഗ്, സെൽഫ് ലേണിംഗ് ആണ് അവരല്ലേ? തനിയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്ത് അതിലൂടെ പഠിക്കുകയാണ് അല്ലേ? അതിലൂടെ അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. റൈറ്റ്? അവർ ഡിസിപ്ലിൻ ഒക്കെ എങ്ങനെയാ പഠിക്കുന്നത്? ട്രഡീഷണലിലും മോണ്ടിസോറിയിലും ഡിസിപ്ലിൻ എങ്ങനെയാ പഠിക്കുന്നത് കുട്ടികള്?
ട്രഡീഷണലിലാണെങ്കിൽ ജസ്റ്റ് അവരോട് പറയും ഇങ്ങനെയാണ് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാന്ന് പറഞ്ഞു പറഞ്ഞു. കൊടുക്കണം അല്ലേ? പക്ഷെ മോണ്ടിസോറിയിലാകുമ്പോ അവരത് ചെയ്ത് തന്നെയാണ്. ഇപ്പൊ ഒരു ടോയ്സ് പറക്കി വെക്കുക, അവര് സ്വയം ചെയ്യുന്ന പഠിക്കണം അല്ലേ? അവരത് ലേൺ ചെയ്യുക ഡിസിപ്ലിൻ അതെ. ഒക്കെ. രാഖി, എങ്ങനെയാണ് ഡിസിപ്ലിൻ കുട്ടികൾക്ക്? മോണ്ടിസോറിയിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെ കൃഷിയിലെ ഡിസിപ്ലിന്റെ കാര്യങ്ങളൊക്കെ ഓരോ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ കാണിച്ചു കൊടുക്കും. എന്നാൽ ട്രഡീഷനിൽ അതെ. അങ്ങനെയല്ല. മോണ്ടിസോറിയിൽ എങ്ങനെയാണ് ഡിസിപ്ലിൻ പഠിക്കുന്നത്? അവർ തനിയെ ഓരോന്ന് ചെയ്തും നമ്മൾ ടോയ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് തിരിച്ചെടുത്ത് വെക്കണം അല്ലേ? ഇത് ഓട്ടോമാറ്റിക്കലി പഠിക്കണം, റൈറ്റ്? തന്നെ അവർ പഠിക്കും. ട്രഡീഷണൽ ടീച്ചർ പറയണം ഈ സമയത്ത് ഫുഡ് കഴിക്കണം അല്ലേ? ഈ സമയത്ത് അവിടെ നിന്ന് എഴുന്നേക്കാൻ ടീച്ചറാണ് മോർ ഇമ്പോർട്ടന്റ് അല്ലേ? ടീച്ചറിന്റെ റൈറ്റ് രാഖി? യെസ് മാം. പറയൂ, ട്രഡീഷണൽ എങ്ങനെയാണ്? ടീച്ചർ ട്രഡീഷണലി റൈറ്റ്? മാം തന്നെയാണ് മോണ്ടിസോറി മെത്തേഡിലെ ഡിസിപ്ലിൻ ചെറിയ ക്ലാസ്സിലെ തൊട്ടേ പഠിക്കുന്നത്. ട്രഡീഷണലി അങ്ങനെയല്ല, പറഞ്ഞു കൊടുക്കുന്നത് മാത്രമായിരിക്കും. അതെ അതെ. കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു മിസ്റ്റേക്സ് പറ്റി അപ്പൊ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരിക്കും ട്രഡീഷണലില്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് ടീച്ചേഴ്സ് ആണ് അല്ലേ? ടീച്ചേഴ്സ്. കണ്ടിന്യൂ. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? തന്നിക്കും അവരുടെ മിസ്റ്റേക്സ് ഒക്കെ അവര് കുട്ടികൾ തന്നെ തനിയെ കറക്റ്റ് ചെയ്യണം അല്ലേ? അതെ മാം. പിന്നെ ട്രഡീഷണലി ഓരോ വയസ്സിലുള്ള ഓരോ ക്ലാസ്സിലും അല്ലെ പ്രത്യേക കുട്ടികളാണ്. ഐ മീൻ ഇപ്പോ 5 വയസ്സുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, തേർഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, റൈറ്റ്? ഗ്രേഡഡ് ആണ് അല്ലേ? പക്ഷെ മോണ്ടിസോറിയിൽ അങ്ങനെയാണോ? അൺഗ്രേഡഡ് ആണ് അവിടെ. ഓക്കെ, ഗോട്ട് ഇറ്റ്. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഓക്കെ ദെൻ പിന്നെന്താണ്? ഓരോ മെറ്റീരിയൽസും നമ്മൾ മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസും ഒരു സ്പെസിഫിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളതായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഓരോ സ്പെസിഫിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയായിരിക്കാം? പക്ഷെ ട്രഡീഷണൽ എങ്ങനെയാണ്? ഹലോ, ടെക്സ്റ്റ് ബുക്ക് നോക്കി കുട്ടികൾക്ക് പഠിപ്പിച്ചു എനിക്ക് വായിച്ചു കൊടുക്കുക. ട്രഡീഷണൽ ആകുമ്പോൾ വായിച്ചിട്ട് ഓരോങ്ങനെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക, സ്പെല്ലിങ് അങ്ങനെ, അല്ലെങ്കിൽ ബോർഡ് എഴുതിയിട്ട് നോക്കി എഴുതാൻ പറയുക. അങ്ങനെയാ ട്രഡീഷണല്. മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വേണ്ടിയിട്ടും ഓരോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലേ? ഓരോ സ്കില്ലിന് വേണ്ടിയിട്ടും ഓരോ സ്പെസിഫിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അതുപോലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾസ് പറയൂ, എല്ലാവരും പറയൂ. ഏതൊക്കെ മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം? ചാർട്ട് വെച്ചിട്ടൊക്കെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്
ബിൽഡിംഗ് ബ്ലോക്സ് അതെ, ബിൽഡിംഗ് ബ്ലോക്സ് യൂസ് ചെയ്യാം. പിന്നെ പേപ്പർ ക്രാഫ്റ്റ്സ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു പോറിംഗ് വാട്ടർ അല്ലേ? പേപ്പർ ക്രാഫ്റ്റ്സ് ചെയ്യിപ്പിക്കാം. പിന്നെ എന്തൊക്കെയാണ്? ഡിഫറെന്റ് ഷേപ്സ് സോറി ഡിഫറെന്റ് ഷേപ്സ് കൃഷ്ണ. സ്ക്വയർ, ക്യൂബ് അങ്ങനെയുള്ള ഷേപ്പ്. കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫ്രൂട്ട്സിന്റെ ഒക്കെ പടം വെച്ചിട്ട് അതിന്റെ കളേഴ്സും ഷേപ്പും ഒക്കെ പഠിപ്പിക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു ലെറ്റേഴ്സ് എഴുതാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ലെറ്റേഴ്സ് എങ്ങനെയായിരിക്കാം കുട്ടികൾ എഴുതാൻ പഠിപ്പിക്കുന്നത്? ലെറ്റേഴ്സ് എങ്ങനെയായിരിക്കാം കുട്ടികൾ പഠിക്കുന്നത്? സാൻഡ്രിന്റെ ഇത് വെട്ടിയെടുത്തിട്ടുള്ള ലെറ്റർ അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ് മുബീന. മോണ്ടിസോറി യൂസ് ചെയ്യോ? ട്രഡീഷണൽ എങ്ങനെയാണ്? ട്രഡീഷണൽ കോപ്പി ബുക്കിൽ എഴുതി കൊടുക്കും കുട്ടികൾക്ക്. കുട്ടികൾ അതുപോലെ പെൻസിലോ പെന്നോ വെച്ചിട്ട് എഴുതും. അത്രേ ഉള്ളൂ. അതെ അതെ. രാഖി, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി പറഞ്ഞേ. ഇതെല്ലാവരും ഈ ചാപ്റ്റർ വീട്ടിൽ ഇരുന്ന് വായിച്ചു നോക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഞാൻ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, അപ്പൊ ഇന്നലത്തെയും ഇന്നത്തെയും കൂടി ക്വസ്റ്റ്യൻ ഒരുമിച്ച് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി പറയൂ, കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മോനിഷ, എന്താ ആരും ഒരു ഉഷാറില്ലാതിരിക്കുന്നേ? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം, കുട്ടികളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കാം. റൈറ്റ്? യോഗ, മെമ്മറി ടെസ്റ്റ് നടത്താം. പസിൽസ് അല്ലേ? പസിൽസ്. സോറി രാഖി. മാം മെമ്മറി ടെസ്റ്റ്. മെമ്മറി ടെസ്റ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. വെച്ചിട്ട് അത് കാണാൻ എഴുതാൻ പറയും. ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. അതെ അതെ, വെരി ഗുഡ്. കൊടുത്തിട്ട് അതിനെ കാറ്റഗറൈസ് മെമ്മറി ടെസ്റ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും? രാഖി പറയൂ. രാഖിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, രാഖി എങ്ങനെയായിരിക്കും? മാം ക്ലാസ്സിലെ കുറെ ഒബ്ജക്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് ആദ്യം കുട്ടികളോട് അത് ഒബ്സർവ് ചെയ്യാൻ പറയും, എന്തൊക്കെയാണെന്ന്. അതിന്റെ ആദ്യം പേരെല്ലാം പറഞ്ഞു കൊടുക്കും, ഓരോ മെറ്റീരിയൽസിന്റെയും പേര്. എന്നിട്ട് കുട്ടികളെ എല്ലാം റൗണ്ട് ആക്കി ഇങ്ങനെ കാണിക്കും, ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് പേരുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആദ്യം ഒന്ന് അവരെ കൊണ്ട് തനിയെ ചെയ്യിപ്പിക്കും, എത്ര അവർ ഓർത്തിരിക്കുന്നുണ്ടെന്നറിയാൻ. അങ്ങനെ പിന്നെ വീണ്ടും ഒന്നും കൂടെ ചെയ്യിപ്പിക്കും. ചിലപ്പോൾ ആദ്യം കുട്ടികളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല, ഓർക്കാൻ ഒരു വട്ടം കാണിച്ചു കൊടുത്തോണ്ടൊന്നും അവർ ഓർത്തിരിക്കത്തില്ല. വീണ്ടും അത് തന്നെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ അതിന്റെ എണ്ണം കൂടുതലായിട്ട് എഴുതും. അങ്ങനെ ക്ലിയർ. മാം എനിക്ക് ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. അതെ അതെ, ക്ലിയർ ആണ്. ഓക്കെ രാഖി, വെരി ഗുഡ്. ഭാവനയാണെങ്കിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഓക്കെ രാഖി, ഭാവന. ഞാനും ഇങ്ങനെ ഒബ്ജക്ട്സ് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരോട് ചിലപ്പോ തലേദിവസം കുറെ കാണിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് അത് അവരോട് പറയാം. അപ്പം എന്തോരം അവർക്ക് മെമ്മറിയിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഒരു ദിവസം ഓരോ കുട്ടികളുടെ മെമ്മറി പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഏത് കുട്ടിക്കാണ് കൂടുതൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് അല്ലേ? അപ്പൊ കുറവുള്ള കുട്ടികളെ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യണം, അവർക്ക് അതിനുള്ള ആക്ടിവിറ്റീസ് നൽകണം.
ഇപ്പൊ ഒരുപാട് ഐറ്റംസ് എടുത്ത് വെച്ചിട്ട് ആദ്യം എല്ലാ ഐറ്റംസ് പിള്ളേരെ കാണിച്ചു കൊടുക്കും, എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കും, എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് മോനിഷ നമ്മളിങ്ങനെ പറയുന്നത് ക്ലിയർ ആവുന്നില്ലല്ലോ. എന്താ മോനിഷ? കേൾക്കുന്നില്ലേ മാം? കേൾക്കുന്നില്ലേ മാം? എനിക്ക് മാത്രമാണോ? എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യും. എനിക്ക് മാത്രമാണോ കേൾക്കാത്തത് മോനിഷ പറയുന്നത്? ആർക്കും കേൾക്കുന്നില്ലേ? ക്ലിയർ ആവുണ്ടല്ലോ മാം. എന്തോ കേൾക്കാം, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് ഓക്കെ ഞാൻ കേട്ടില്ല കേട്ടോ. എനിക്ക് നെറ്റ് ഇഷ്യൂ ആണോന്ന് അറിയില്ല. ഞാൻ ഒന്നും കേട്ടില്ല മോനിഷ പറഞ്ഞു. എന്താ മോനിഷ പറഞ്ഞത്? നമുക്ക് പിള്ളേർക്ക് ഇപ്പൊ കുറെ എക്യുപ്മെന്റ്സ് എടുത്തിട്ട് ആദ്യം അതെല്ലാം അവരെ കാണിച്ചു കൊടുക്കാം, എന്നിട്ട് അത് കേൾക്കുന്നില്ലേ? റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ hear you. അതെ, എക്യുപ്മെന്റ്സ് വെച്ചിട്ട് അത് ആദ്യം കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കണം അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. അവർ ഓർത്തോർത്ത് പറയണം അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇപ്പൊ എത്ര ഐറ്റം അതിനകത്ത് പറയുന്നതെന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ, ശരണ്യ പറഞ്ഞത് എന്തായിരുന്നു? ശരണ്യ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്ത് നെക്സ്റ്റ് ഡേ അവരെ കൊണ്ടത് പറയിപ്പിക്കുക. അപ്പൊ കുട്ടികൾക്ക് ഓർത്തിരിക്കാൻ അവരുടെ മെമ്മറി പവർ അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ? കുട്ടികൾ അത് പറയുമോ നമുക്ക് അറിയാം അല്ലേ? സ്റ്റോറി പറഞ്ഞു കൊടുത്തന്നെ അതിലെ ഏതൊക്കെ ക്യാരക്ടേഴ്സിന്റെ നെയിം ആദ്യം പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ രണ്ടാമത് പറയിപ്പിക്കുക അതിൽ ഏതൊക്കെ സ്പോട്ടിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അവരോട് പറയാം ഏതൊക്കെയാ. ഓക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? നെറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബ്രേക്കായി ഡിലേ പോകുന്ന വരുന്നുണ്ട് സൗണ്ട്. കേൾക്കാൻ. യു ആർ നോട്ട് ഓഡിബിൾ. ബ്രേക്ക് ഓടുന്നുണ്ടോ ഞാൻ സംസാരിക്കുമ്പോ? ഇല്ല മാം. പക്ഷെ എനിക്ക് നിങ്ങൾ ചിലര് സംസാരിക്കുമ്പോൾ അത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് ഇടയ്ക്ക് കേൾക്കുന്നില്ല മാം പറയുന്നേ. രാഖിയുടെ വോയിസും ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല രാഖി പറയുന്നത്. സോറി രാഖി. നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ. നെറ്റ് ഇഷ്യൂ ഉണ്ട്. അതെ നെറ്റ് ഇഷ്യൂ ഉണ്ട്. മാം ഞാൻ പറയണ കേൾക്കാമോ? ഓക്കെ ദീപ്തി കണ്ടിന്യൂ. ദീപ്തി കേൾക്കുന്നുണ്ട്. മറ്റേ നമ്മള് സ്റ്റോറി പറഞ്ഞു ദീപ്തി ഒരു ആക്ടിവിറ്റി കൊടുക്കും. പറയൂ. ദീപ്തി ഇപ്പൊ ഒരു കുട്ടിക്ക് സ്റ്റോറി ക്ലാസ് പറഞ്ഞു എടുക്കാൻ പോവുകയാണ്. കൊടുക്കുമ്പോൾ ആ സ്റ്റോറി കുട്ടികളെ പറഞ്ഞു കളർ കൊടുക്കുമ്പോ പഠിപ്പിക്കണം. കളർ നമ്മൾ അതിലോരോ ഡിസ്കസ് ചെയ്തായിരുന്നു കളറിനെ പറ്റി. ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവല്ലോ സ്റ്റോറിയിൽ, ഓരോ കളർ വേണ്ട, ക്യാരക്ടേഴ്സ്. ഷേപ്സ് പഠിപ്പിക്കണം. അപ്പൊ എങ്ങനെയായിരിക്കും ദീപ്തി പഠിപ്പിക്കുന്നത് ക്ലാസ്സിൽ? എന്താ മാം? ക്വസ്റ്റ്യൻ കേട്ടില്ല. ഷേപ്സ് പഠിപ്പിക്കണം കുട്ടികളെ. അപ്പൊ ദീപ്തി ക്ലാസ് എടുക്കാൻ ചെന്നേക്കാണ്. കുട്ടികളെ ഷേപ്സ് പഠിപ്പിക്കണം. മോണ്ടിസോറി ക്ലാസ്സിൽ എങ്ങനെ ഷേപ്സ് പഠിപ്പിക്കണം? നമുക്ക് ഓരോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇപ്പൊ റൗണ്ട് എന്നുള്ളത് മറ്റേ റൗണ്ട് കാണിക്കാം. പിന്നെ സർക്കിൾ ഷേപ്പ് ഇത്, പിന്നെ ഒരു വീടിന്റെ ഇതുപോലെ കാണിച്ചിട്ട് അതില് റെക്റ്റാങ്കിളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, സർക്കിള്, അപ്പൊ അങ്ങനെയും കാണിക്കാം. പിന്നെ ഓരോ ഇതിനനുസരിച്ച് ഓരോ കളേഴ്സ്, ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്യാരറ്റ്, ഓറഞ്ച്, അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിളും കാണിച്ച് കളേഴ്സ് പഠിപ്പിക്കാം. വിഷ്വൽ അവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഈസി ക്യാച്ച് ചെയ്യാൻ. കാരണം വീട്ടിൽ ചെന്നാലും അവരെ കാണുമ്പോ അവർക്ക് പെട്ടെന്ന് അവർ സ്ഥിരം കാണുന്നോണ്ട് അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമായിരിക്കും. വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ പിന്നെ എങ്ങനെയൊക്കെ പഠിപ്പിക്കാം? മുബീന
ഇതുപോലെ തന്നെ ഷെയ്ഡ്സിന്റെ ഓരോ ബ്ലോക്സുകൾ വെച്ചിട്ട് അതിന്റെ ഓരോ ഇമേജസ് കിട്ടില്ലേ, അത് വെച്ചിട്ട് ഷെയ്ഡ്സ് അതുപോലെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ ഈ ഹൗസ് ആണെങ്കിൽ അതിൽ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ അങ്ങനെയുള്ളത്, റൗണ്ട്. സോറി, കേൾക്കുന്നില്ലേ മാം? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാവോ? മുബീന പറഞ്ഞത് ബ്രേക്ക് ആയി പോയായിരുന്നു. ആണോ? ഓരോ ഷേപ്സ് കിട്ടുന്നത് വെച്ചിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അതിൽ ടച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ പിക്ചേഴ്സ് കാണിച്ചിട്ട് അതിൽ ഏതൊക്കെ ഷേപ്സ് വരുന്നുണ്ട് എന്ന് കുട്ടികളെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ലെറ്റേഴ്സ് പഠിക്കുമ്പോൾ സാൻഡ് പേപ്പർ കട്ട് ചെയ്തിട്ട്, റൈറ്റ്? അതെ ഇതേപോലെ ഷേപ്സും സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അത് കുട്ടികളെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ച്, അപ്പൊ മെമ്മറിയിലേക്ക് കണ്ണടച്ച് ടച്ച് ചെയ്താലും അത് നമുക്ക് കിട്ടുമല്ലോ. വരച്ചും പഠിക്കാം കുട്ടികൾക്ക് അല്ലേ? അതെ, വരച്ചും പഠിക്കാം. അങ്ങനെ ഷേപ്സുകൾ ഉണ്ടാവും. ഈ സ്റ്റെൻസിൽ പോലെയുള്ളത് അതിനുള്ളിലൂടെ വെച്ച് കുട്ടികൾക്ക് വരച്ച് പഠിപ്പിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ രതി പറയൂ. ഷേപ്സ് നമുക്ക് കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി അതൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കാം. കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഇപ്പൊ വുഡിന്റെ ഒക്കെ ഇഷ്ടംപോലെ കളേഴ്സിൽ കിട്ടുന്നുണ്ട് ചെയ്യാം. അപ്പൊ അതുപോലത്തെ ഒക്കെ വെച്ച് കാണിക്കാം. പിന്നെ സ്കൂളിൽ സർക്കിളൊക്കെ കാണിക്കാൻ നമ്മുടെ കയ്യിൽ വളയൊക്കെ കിടക്കുന്നുണ്ട്, അത് ഒരെണ്ണം ഊരി സർക്കിളാണെന്ന് കാണിക്കാം. പിന്നെ ചോക്ക്, ടോയ്സിന്റെ വീല് കാണിച്ചു. ടോയ്സ്. പിന്നെ അവർക്ക് ബോർഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരച്ചു കൊടുക്കുമ്പോൾ ഒരു വണ്ടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വീലൊക്കെ സർക്കിള് എല്ലാം ഏകദേശം ഒരു വണ്ടി വരയ്ക്കാനൊക്കെ പറ്റൂലോ. സർക്കിൾ വേറെ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ബോർഡിന്റെ അകത്ത് കുറച്ച് നമ്പേഴ്സുകൾ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പടം വരച്ചിട്ട് അതിനകത്ത് ഒട്ടിക്കുന്ന രീതിയിലൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. പിന്നെ കളർ എങ്ങനെ പഠിപ്പിക്കാന്ന് പഠിച്ചു. ഇതായിരുന്നു ഷെയ്ഡ്സ് എങ്ങനെ പഠിപ്പിക്കാന്ന് പഠിച്ചു. നമ്മൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ? പിന്നെന്താണ് പഠിപ്പിക്കേണ്ടത്? പിന്നെ വണ്ടികൾ ഏതൊക്കെയാണ്? പൂക്കള്, ഫ്ലവേഴ്സ്, പലതരത്തിലുള്ള ഫ്ലവേഴ്സ് പഠിപ്പിക്കാം. ഫ്ലവേഴ്സ് കാണിച്ച് നമുക്ക് കളേഴ്സും പഠിപ്പിക്കാം, റൈറ്റ്? പിന്നെ വാഹനങ്ങള്, ഇരുചക്ര വാഹനങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഓരോ ആനിമൽസിന്റെ ഒക്കെ സൗണ്ട് വെച്ച് അവർ നമുക്ക് പഠിപ്പിക്കാം അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ആരായിരുന്നു ഷെയർ ചെയ്തത്? പേര് കണ്ടില്ലായിരുന്നു. ഓക്കെ, അനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം, റൈറ്റ്? മോണ്ടിസോറിയിലാവുമ്പോൾ സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ ആവുമല്ലോ. അപ്പം അവിടെ തന്നെ കുട്ടികൾക്ക് സൗണ്ട് കേൾപ്പിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പം കുട്ടികളോട് ഓരോ സൗണ്ട് കേൾപ്പിച്ചിട്ട് ഇത് ഏതിന്റെ സൗണ്ടാണ്. അതുപോലെ ചെറിയ കുട്ടികൾക്ക് കിൻഡർ ഗാർഡൻ ആപ്പുകൾ ഉണ്ടല്ലോ മൊബൈലിലൊക്കെ, അതിൽ ഇതുപോലെ സൗണ്ട് ഉണ്ടാവും, ഒരു അനിമൽ ഉണ്ടാവും. അപ്പൊ ആ അനിമല് സൗണ്ട് കേൾക്കും. അപ്പൊ ആനിമൽ ഏതാന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സൗണ്ട് പഠിക്കും. അതുപോലെ നമ്പേഴ്സും കളേഴ്സും ഒക്കെ അതുപോലെ ഇത് വെച്ചിട്ട് ചെറിയ കുട്ടികൾ മുതൽ തന്നെ പഠിക്കും. അതെ അതെ, എഴുതാനും പഠിപ്പിക്കണ്ട, അതിന്റെ കൂടെ ഇങ്ങനെ ടിവിയിൽ കാണിക്കേണ്ടുന്ന എല്ലാ അവസാനം വന്ന് നിൽക്കുന്നത് എവിടെ? ആക്ടിവിറ്റീസ് ആണ്, റൈറ്റ്? നമ്മൾ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തത്? പറയൂ എനിബഡി, നമ്മൾ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തത് ഈ ക്ലാസ്?
നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? Difference between Montessori and the traditional method of education. ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ, ആ ക്ലാസ് ഓക്കെ അല്ലേ? അത് നിങ്ങളുടെ കയ്യിലുള്ള PDF നോട്ട്സ് വായിച്ചു നോക്കണം. ഓക്കെ, Okay, ma'am. Okay, വളരെ ma'am. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്. ഓക്കെ, ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ സോഫിയ, ക്ലിയർ അല്ലേ? Yes, ma'am. ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? നാളെ നമുക്ക് ഒരു പുതിയ ടോപ്പിക് ആയിട്ട് വരാം. ഓക്കെ, Okay, ma'am. Good night. Okay, ma'am. Thank you. Thank you, ma'am. Thank you. താങ്ക് യു രാജി, മോനിഷ, സോഫിയ.